എന്തൊക്കെയുണ്ട്? സ്നോഡോണിയ ട്രിപ്പ് കേട്ടാ തുടരുന്നു. ഇത് എത്ര കറങ്ങിയാലും തീരാത്ത ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അടിപൊളിയാ. എന്താ കുറെ ചേപ്ര ഇന്ത്യക്കാരുണ്ട് കേട്ടോ, നമ്മളെ നാട്ടുകാർ. കണ്ടാ മുണ്ടാത്ത ടീമാണ്. അപ്പോ എങ്ങനെയുണ്ട്? ഉണ്ടോ? അടിപൊളി. മലന്റെ വലിപ്പം കണ്ട. ഇവിടെയൊക്കെ ആൾക്കാർ ക്യാമ്പ് അടിച്ചിട്ടുണ്ടോ? ചെറിയ നദി ഒഴുകുന്നുണ്ടോ? ചെറിയ തടാകം കണ്ടോ മലൻ്റെ? കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, മലൻ്റെ നടുവിലുള്ളത്, പർവ്വതത്തിൻ്റെ നടുവിൽ. എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ? ഇതൊക്കെ അതിൻ്റെ അടിയിലൊരു വീടൊക്കെ. എന്താ കഥ! ഇവർക്ക് എങ്ങനെ ഇവിടുത്തെ ജീവിക്കുന്നതെന്നാ. എവിടെ ഇപ്പം എന്തെങ്കിലുമൊക്കെ പറ്റിയാൽ എവിടെ എത്താൻ കഴിയില്ല. മൊത്തം മലകളാണ്, മൊത്തം നടുവിലുള്ളത് മലൻ്റെ. മഞ്ഞാലത്തൊക്കെ ഒരു നമ്മൾ തണുത്ത് വറക്കോട്ടോ. എന്തായാലും അടിപൊളി. നദി മറ്റേ അരുവി ഒഴുകി വരുന്നുണ്ടോ? ഉണ്ടോ? അരുവിയാണത്. ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് അവിടേക്ക്. അടിപൊളി അടിപൊളി ലൈഫ് സ്റ്റൈൽ കേട്ടോ. അടിപൊളി ലൈഫാണ് ഇവിടെ. ഓ എന്താണ്, ജനങ്ങൾ മൊത്തം കാറായിട്ട് വന്നാണ് ഇവിടെ. നമ്മളെ കാറാണ് കേട്ടോ അവിടെ കിടക്കുന്നത്. ഉണ്ടോ? വണ്ടി ഇല്ലാതെ വരാൻ പറ്റില്ല കേട്ടോ ഇവിടെ. എന്തായാലും ഇവിടെ റെക്കമെൻഡ് ഇങ്ങോട്ട് വിസിറ്റ് ചെയ്യണമെങ്കിൽ പിന്നെ സ്വന്തം വണ്ടിയായിട്ട് വരാം, അഥവാ സ്വന്തം വണ്ടി ഇല്ലെങ്കിൽ റെൻ്റക്കാർ. പക്ഷെ ഇവിടെ എവിടെയും റെൻ്റക്കാർ ടീം ഉണ്ടോയെന്ന് അറിയില്ല. പിന്നെ അങ്ങനെ ഏതെങ്കിലും സിറ്റി പോയിട്ട് റെൻ്റക്കാർ എടുത്തിട്ട് കൂട്ടി വരേണ്ടി വരും. അപ്പോൾ ജീവിതം അടിച്ചു പൊളിക്കാം. എപ്പോഴാണ് എന്താണ് സംഭവിക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല. മനുഷ്യന്മാരുടെ അവസ്ഥയാണ്. അപ്പോൾ എപ്പോഴും നല്ലത് ചെയ്യുക, ചീത്ത ചെയ്യാതിരിക്കുക, എന്നിട്ട് ആസ്വദിക്കുക ജീവിതം. ജീവിതം വളരെ ചെറുതാണ്. പൊളിക്കൂ.